എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഫർമേഷനാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. കേരളം പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാണ്. സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനവുമാണ്. ഈ സാക്ഷരതയുള്ള സംസ്ഥാനം പ്രമേഹ രോഗികളുടെ തലസ്ഥാനമായി മാറുന്നതിൻ്റെ കാരണവും നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് പ്രമേഹ രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിനോ അല്ലെങ്കിൽ ഇൻസുലിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മരുന്നുകളോ കഴിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഇത് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. പിന്നീട് മരുന്നുകളുടെയും ഇൻസുലിൻ്റെയും അളവ് കൂടുന്നു, മറ്റ് രോഗങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് ഒരു പക്ഷേ കിഡ്നി രോഗമാവാം, അല്ലെങ്കിൽ ഹൃദ്രോഗമാവാം, അല്ലെങ്കിൽ സ്ട്രോക്ക്, അത്തരത്തിലുള്ള ഏതെങ്കിലും ക്യാൻസർ ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നടത്താതെ പോകുന്ന ഒരു പരിശോധനയുണ്ട്. അത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഹോർമോണാണ്. പൊതുവെ മലയാളികളുടെ ഇടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വാസ്തവമല്ല, പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു സംഗതി ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാതെ പോകുന്നതാണ് നമുക്ക് പ്രമേഹ രോഗം ഉണ്ടാകുന്നതിന് കാരണം എന്നായിട്ടാണ്. എന്നാൽ മതിയായ ഇൻസുലിൻ പ്രൊഡക്ഷൻ 99% ആളുകളിലുമുണ്ട്. ഇത് പരിശോധിക്കാറോ ഇതിൻ്റെ റിസൾട്ട് ചർച്ച ചെയ്യാറോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ പ്രൊഡക്ഷൻ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. പരിശോധിച്ച് നിങ്ങളുടെ ഡോക്ടറുടെ മേശപ്പുറത്ത് കൊണ്ടുവെക്കണം. അതിൽ പറയുന്ന റെഫറൻസ് റേഞ്ച് ഉണ്ടെങ്കിൽ എന്തിന് ഞാൻ മരുന്ന് കഴിക്കണം എന്ന് ചോദിക്കണം. 1-2 നേരമൊക്കെ ഇൻസുലിൻ എടുക്കുന്നവരും എടുക്കാത്തവരും ഇനി അമിതഭാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം, നിങ്ങൾ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നെങ്കിൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒന്ന് പരിശോധിച്ചിട്ട് വേണം. മരുന്ന് കഴിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് ഈ അസുഖം വന്നത്, അതോ ഇൻസുലിൻ പ്രൊഡക്ഷൻ അധികമായതുകൊണ്ടാണോ, അതിനുള്ള പരിഹാരവും നിങ്ങൾ കണ്ടെത്തണം. അതിന് ശരിയായ പരിഹാരം ഒരു ലോ കാർബ് ഡയറ്റാണ്. കുറച്ചുകൂടെ കടന്ന കൈക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു കാർണിവോർ ഡയറ്റാണ്. നിരവധി അസുഖങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു ഒറ്റമൂലിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒന്ന് പരിശോധിക്കാൻ തയ്യാറായിക്കൊള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.